കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടാണ് ചോദ്യം. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ സ്നേഹബന്ധത്തിന് ഇപ്പോൾ എത്രത്തോളം സ്ഥാനമുണ്ട്? അല്ലെങ്കിൽ ശരിക്കും ഇപ്പോൾ അതാണോ പ്രയോറിറ്റി ആയിട്ട് വന്ന് നിൽക്കുന്നത്? അതും അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പാണല്ലോ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാനിയൻഷിപ്പാണ്. ആ ഒരു കമ്പാനിയൻഷിപ്പിൽ നിന്ന് വഴുതി മാറി നിങ്ങളൊരു പ്രസ്ഥാനം റൺ ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു സിസ്റ്റം, ലൈക്ക് യു ആർ മാനേജിങ് സംതിങ് എൽസ്. ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു ലവ് ആൻഡ് ഇൻറ്റിമസി നിങ്ങൾക്കതിപ്പോൾ ഫീൽ ആവുന്നുണ്ടോ? അതോ എങ്ങനെയൊക്കെയോ അറിയാണ്ട് നിങ്ങൾ ഒരു മാനേജർ പൊസിഷനിലെത്തിയോ? അതായത് നിങ്ങളുടെ ചുറ്റുമാണിപ്പോൾ ആ ഒരു ഫാമിലി റൺ ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന്, ഒരു കമ്പാനിയൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ തലയിലേക്ക് ഒരു സിസ്റ്റം റൺ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം വന്നു ചേർന്നേക്കുവാണ്. എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടോ? മിക്കവാറുമുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഒരു അനൗൺസ്മെൻറ്റോടെ ഒന്നുമല്ല. ആദ്യം ഒരു കമ്പാനിയൻഷിപ്പിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും പയ്യെ പയ്യെ ഓരോരോ ചെറിയ കാര്യങ്ങൾ, അതായത് ഇന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം ഒന്ന് പ്ലാൻ ചെയ്യൂ, നീ അതൊന്ന് ഡീല് ചെയ്യൂ എന്ന് പറഞ്ഞ് തുടങ്ങി കുറെ കഴിയുമ്പോൾ യു റിയലൈസ് ദാറ്റ് യു ആർ നോ മോർ എ വൈഫ്. നിങ്ങളൊരു പ്ലാനറാണ്, നിങ്ങളൊരു ഇമോഷണൽ റെഗുലേറ്ററാണ്, നിങ്ങളൊരു സിസ്റ്റം റൺ ചെയ്യുവാണ്, ആൻഡ് ഓപ്പറേറ്റർ നിങ്ങളാണ്. പക്ഷേ അത് ഒരു ഇൻവിസിബിൾ ചേഞ്ച് ആണ്. നമ്മളത് ആ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും റിയലൈസ് ചെയ്യാതെ ഒരു ഇൻവിസിബിൾ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു സിസ്റ്റം വളരെ ഭംഗിയായിട്ട് റൺ ചെയ്യുമ്പോൾ ഇത് റൺ ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ആരും തന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആരും റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല ഇന്നയാളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഈ ഒരു സിസ്റ്റം എപ്പോഴെങ്കിലും ഒന്ന് ഫെയിൽ ആവുമോ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമോ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ കൈ ചൂണ്ടുന്നത് നിങ്ങളിലേക്കായിരിക്കും. ആ ഓവർ റെസ്പോൺസിബിലിറ്റി എടുത്തേക്കുന്ന ആളിലേക്കായിരിക്കും. അയാളുടെ കുറ്റമായി തീരുകയാണ്. ദോ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഓട്ടോമാറ്റിക്കലി ഒരാളെ ഓപ്പറേറ്റർ ആക്കിയതാണ്. അയാൾ പോലും മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞിട്ടായിരിക്കില്ല ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. പക്ഷെ വൺസ് എത്തിക്കഴിഞ്ഞാൽ മറ്റേ ഹെർക്കുലസിന്റെ ടാസ്ക് പോലെ അത് നമ്മുടെ തലേന്ന് ഒഴിഞ്ഞ് പോകത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, മിക്കവാറും ഉള്ള വീടുകളിൽ, ഞാൻ എല്ലാ വീടൊന്നും പറയുന്നില്ല, മിക്കവാറും ഉള്ള വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഒരു വീട്ടിൽ എല്ലാവരും എണീക്കുന്നതിനേക്കാളും മുന്നേ ആദ്യമായിട്ട് എണീക്കുന്നത് ഈ പറയുന്ന ഓപ്പറേറ്റർ. അതായത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ വൈഫ് ഏറ്റവും രാവിലെ എണീക്കുന്നത്, എല്ലാവരെക്കാളും മുന്നേ എണീക്കുന്നത്. എണീറ്റ ഉടനെ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളെക്കാട്ടിലും ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് തലയിലും ആദ്യം വരുന്നത്. ഓക്കെ, ലഞ്ച് ബോക്സസ് പ്രിപ്പയർ ചെയ്യണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം, ഈവൻ ദോ ദർ ഇസ് ഹെൽപ്പ്, ഇത്രയും കാര്യങ്ങൾ തലയിൽ കൂടെ പോവാണ്. ആൻഡ് ഇന്ന് ആർക്കെങ്കിലും മീറ്റിംഗ് ഉണ്ടോ, ആർക്കെങ്കിലും നേരത്തെ പോകേണ്ടതുണ്ടോ? ഇപ്പം ഇവർക്ക് ആസ് എ വൈഫ് അവർക്കും ജോലിയുണ്ട്, അവരുടെയും കാര്യങ്ങളുണ്ട്, മീറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരുടെ മീറ്റിംഗ്സും പരീക്ഷകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആവണം. അവരെ കറക്റ്റ് സമയത്ത് എണീപ്പിക്കുക. ഈവൻ ദോ അവരൊന്നും അലാറം ഒന്നും വെച്ചിട്ടല്ല കിടക്കുന്നത്, ഇനി അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എണീറ്റിന്നില്ലെങ്കിൽ പോലും ഇന്നയാളുടെ റെസ്പോൺസിബിലിറ്റി ആയി തീരുകയാണ്. അതായത് അവരെ കറക്റ്റ് സമയത്ത് എണീപ്പിക്കുക, റെഡിയാക്കിപ്പിക്കുക, അല്ലെങ്കിൽ റെഡി ആകാനായിട്ട് നിർബന്ധിക്കുക എന്ന് പറയുന്ന ആ ഒരു, അതായത് ഇവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആയി തീരുകയാണ്. അവർക്കത് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യണം, പാല് തീർന്നു പോയി, അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ, അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കുക, അങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് എല്ലാ സംഭവങ്ങളും ഒരാളുടെ തലയിൽ കൂടെ പോവാണ്. ആ ഒരു മെന്റൽ ഓവർലോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങോട്ട് വീതിച്ച് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ ഈ ചോദിച്ചു വരുന്നത്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയലൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, പുള്ളിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മിക്കയിടത്തും നമ്മൾ കാണുന്നത് രാവിലെ എണീക്കുന്നു, ഫോൺ ചെക്ക് ചെയ്യുന്നു, കുറച്ചു നേരം വെറുതെ ഇരിക്കുന്നു, റെഡി ആവുന്നു, കാപ്പി കുടിക്കുന്നു, പോകുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻവിസിബിൾ ലോഡ് കയറി വരുന്നത്. ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ആരും അത് കാണുന്നുണ്ടാവില്ല. ഈ എടുത്തേക്കുന്ന ആൾക്ക് അത് വെച്ചൊഴിയാനും പറ്റത്തില്ല. ആൻഡ് ഇത് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു ഹെവിനെസ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്. അത് ആ ഒരു പാർട്ട്ണറുടെ ക്യാരക്ടർ തന്നെ മാറ്റും. ഇതിൻ്റെ ഒരു മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ലൈഫിലെ ആ ലവ് ആൻഡ് ഇൻറ്റിമസി എന്ന് പറയുന്ന സംഭവം മാറിയിട്ട് നമ്മുടെ സംസാരങ്ങളെല്ലാം ട്രാൻസാക്ഷണൽ ആയിട്ട് മാറും.
പാല് തീർന്നു, ഇലക്ട്രീഷ്യനെ വിളിക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇന്ന സേവിങ്സിന്റെ കാര്യം, അങ്ങനെയുള്ള ട്രാൻസാക്ഷണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയുടെ PTA മീറ്റിംഗ്, ട്രാൻസാക്ഷണൽ കാര്യങ്ങൾ മാത്രമായിട്ട് മാറുവാണ്. അതിനകത്ത് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റിയലൈസേഷനും പയ്യാണ് നമ്മൾ എത്തുന്നത്. അത് ആ ഒരു ട്രാൻസിഷനും ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരിക്കും, നമ്മൾ പോലും അറിയാണ്ടായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷണൽ കാര്യങ്ങളിൽ മാത്രം കോൺവെർസേഷൻസ് എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ആസ് എ വൈഫ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ചുറ്റും നോക്കും, ഞാൻ എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആരും ഇതൊന്നും നോട്ടീസ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർ പോലും നോട്ടീസ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സെൽഫ് ഡൗട്ടും ഒരു ഗിൽറ്റും ഒക്കെ ഉണ്ടാവും. നോക്കുമ്പോൾ യെസ്, ഹസ്ബൻഡ് ഏൺ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടേതായ കോൺട്രിബ്യൂഷൻ ആ സൈഡിൽ നിന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടി അല്ലേ, അല്ലെങ്കിൽ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്യൂട്ടി തന്നെയല്ലേ, സോ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ, അങ്ങനെയൊക്കെ ഒരു സെൽഫ് ഡൗട്ടും കൂടെ വന്നിട്ട് കംപ്ലീറ്റ്ലി ആള് സൈലന്റ് ആവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായി വരുന്നത്? നോർമലി സ്ത്രീകൾ ട്രെയിൻഡ് ആണ്, ഇങ്ങനെ ഓവർ ഫങ്ഷൻ ചെയ്യാൻ ട്രെയിൻഡ് ആണ്. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ഇവളെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തോളും, നന്നായിട്ട് നോക്കും. അപ്പൊ അതൊരു ട്രെയിൻഡ് സംഭവമാണ്. നമ്മൾ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും അല്ലെങ്കിൽ ആന്റിമാരും എല്ലാം ചെയ്ത് കണ്ടേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്ന് ഒന്ന് മാറി നടന്നു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു കുറ്റം പറച്ചിലാണ്, അല്ലെങ്കിൽ അവള് ശരിയല്ല, അല്ലെങ്കിൽ അവൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ലൈഫ് അല്ല എന്നൊരു അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട്, അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ വുമൺ മാക്സിമം ഇത് മാനേജ് ചെയ്യാനും ഇത് ഏറ്റെടുത്ത് ചെയ്യാനും, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകാനും അവര് ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ അവരെങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പാറ്റേൺ ആണിത്. അതിൽ നിന്നൊന്ന് മാറി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എല്ലാം നമ്മൾ കണ്ടുവരുന്നതും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഓക്കെ, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് ഒരു നല്ല രീതിയിൽ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നത് ഒരു ഭാര്യയുടെ കടമയാണ് എന്ന ഒരു ഇതിൽ നിന്ന് മാറി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അധികം ടോർച്ചറിങ് ടൈപ്പ് ഓഫ് കുത്തുവാക്കും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്ന് മാറാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാറ്റേണിലേക്ക് എല്ലാവരും ഇന്നാവും. അപ്പൊ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഇത് ഒരു സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പർട്ടിക്കുലർ വൈഫിന്റെ ആ ഒരു പാർട്ട്ണറിന്റെ ക്യാരക്ടർ തന്നെ മാറിപ്പോകും. കാരണം അതിന് മാത്രം ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കുമ്പോൾ എന്തുവാ, വീട് നോക്കുന്നു, രാവിലെ എണീക്കുന്നു, കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, കുട്ടികളെ നോക്കണം, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒത്തിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ഇത് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു മാനേജ്മെന്റ് പാർട്ട് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻ ആവട്ടെ, ടയർഡ്നെസ് ആവട്ടെ, ആ ഒരു ഗിൽട്ട് ആവട്ടെ, ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഒന്ന് റിയലൈസ് ചെയ്താൽ പോലും ഇതൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഈ പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ പയ്യെ പയ്യെ മാറും. അയാളിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സോഫ്റ്റ്നെസ് പയ്യെ മാറിയിട്ട് കുറച്ചും കൂടെ ആള് കുറച്ച് സ്ട്രോങ് ആവും, കുറച്ച് റിജിഡ് ആവും, അല്ലെങ്കിൽ കുറച്ച് ഹാർഷ് ആവും. നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ വൺസ് ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ജെന്റൽ റീകാലിബ്രേഷൻ ആണ്. ഒരു റിബല്യന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. ആസ് എ വൈഫ് നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണറിനെ നമുക്ക് ബ്ലെയിം ചെയ്യാനും നോക്കത്തില്ല. കാരണം അവരും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വന്നേക്കുന്നതാണ്. അവരും കണ്ടേക്കുന്നത് ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് എന്ന് പറയുമ്പം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ വൈഫിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് അവരും ഇടപെടത്തില്ല. നമ്മൾ ഇടപെടാത്തത് പോലെ തന്നെ, നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇടപെടാത്തത് പോലെ തന്നെ അവരും ഇടപെടത്തില്ല. ബട്ട് ഇതൊരു കമ്പാനിയൻഷിപ്പാണ്, ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒന്ന് നമ്മളായിട്ട് വരുത്തി വെച്ചതാണ്. അതായത് നമ്മളായിട്ട് അറിയാണ്ട് എടുത്തു വെച്ച സ്റ്റെപ്പിൻ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി പയ്യെ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, പല കാര്യങ്ങളും കാണുമ്പോൾ ഇത് ഞാൻ സ്റ്റെപ്പിൻ ചെയ്തത് കറക്റ്റ് ചെയ്യേണ്ട, അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് എടുത്തു പോയി ചാടേണ്ട ആവശ്യമുണ്ടോ എന്ന് രണ്ടു വട്ടം ആലോചിക്കുക.
അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യട്ടെ. അത് നന്നായിട്ടല്ല ചെയ്യുന്നെങ്കിൽ പോലും ചെയ്യട്ടെ എന്ന് കരുതുക. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓവർലോഡഡ് ആണ്, എനിക്ക് ഇതെല്ലാം കൂടെ പറ്റണില്ല, അപ്പോൾ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു റീകാലിബ്രേഷന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു തെറ്റ് പറ്റിയതോ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ തല ചുമക്കുന്നതുകൊണ്ട് ആ ഒരു ട്രൂ പർപ്പസ് ഓഫ് ദ ഫാമിലി ലൈഫ് ലൈക്ക് ലവ് ആൻഡ് ഇൻറ്റിമസി ഒക്കെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ടു മച്ച് കാര്യങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ അത് ഒന്ന് റിയലൈസ് ചെയ്യുക, അതിനെ ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യുക, ട്രൈ ടു ബ്രേക്ക് ദ പാറ്റേൺ.